എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സീത. അപ്പം ഞാനൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഒരു വീഡിയോ ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ച സമയം ഇപ്പോൾ 5:35 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പള്ളിയിൽ കഴിഞ്ഞ് ഇന്ന് രാവിലെ പള്ളിയിൽ പോയി. അത് കഴിഞ്ഞിട്ട് വന്ന് കുടുംബശ്രീക്ക് പോയി. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് അപ്പോഴാണ് ചമ്മന്തി നമുക്ക് ഇവിടെ ചെറിയ ചെറിയ ചെടികളെല്ലാം കുഴിച്ച് വെക്കാം. അപ്പം ഞങ്ങൾ രാവിലെ ജോലിക്ക് പോകുന്നതാണ്, രണ്ടുപേരും വർക്കിന് പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്ന് സൺഡേ അല്ലേ, ഇച്ചിരി സമയം കിട്ടിയപ്പോൾ ഇവിടെ മഴ മൂടലാണ് കണ്ടോ, അത് കാരണം ഇപ്പം മങ്ങിയായിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചൊരു ചെറിയൊരു വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ച്. അപ്പോൾ ഇവിടെ ചെറിയ ഞാൻ ചീനി, വെണ്ട, ശംഖുപുഷ്പത്തിൻ്റെ തൈ. ഇവിടെ ശംഖുപുഷ്പം വൈറ്റും ഉണ്ട്, ബ്ലൂ കളറും ഉണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമാണെങ്കിൽ ഞാൻ തരാവേ. അപ്പോൾ അതിൽ കുഴിച്ച് വെക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ കുഴിച്ച് വെച്ചോണ്ട് ഇച്ചാൻ കുഴിച്ച് വെക്കുന്ന ഭാഗമാണ്. അപ്പോൾ ഞാൻ ഓർത്ത് ഞാനൊരു വീഡിയോ ചെറുതായിട്ടങ്ങ് പിടിച്ചേക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാനെന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നും ഇല്ല. ചെറിയ നമ്മൾ വെള്ളം കെട്ടിയിട്ടിരിക്കുക, വെള്ളത്തിന് വേണ്ടിയിട്ട് ടാങ്ക് കെട്ടിയിട്ടിരിക്കുന്ന 2 ടാങ്ക് കുടിവെള്ളം ഇറക്കി വെക്കും, അത് ജലസംഭരണി. അപ്പോൾ അങ്ങനെ ഇവിടെ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ വെള്ളം കുറവാണ്. കോഴി പോകുന്ന അവന്മാരെ 10 എനിക്ക് കിട്ടിയതാണ്. 10 കിട്ടിയത് ഇപ്പോൾ 5 ഉള്ളൂ. അവന്മാർ അവിടെ പോകുന്നത് ഞാൻ കാണിച്ചു തരാം. കണ്ട അവിടെ നിൽപ്പുണ്ട്, അല്ല അവിടെ നിന്നിട്ട് പോകുന്നത്. അവനെ എന്നെ കണ്ടാൽ മാത്രം കൊത്തി ഓടിക്കും. എന്നെ ഇഷ്ടമില്ല, എന്നെ കാണുമ്പോൾ ഓടിക്കും. എന്താണെന്ന് അറിയത്തില്ല, എന്നെ മാത്രം കൊത്തും, ഇവരാരും കൊത്തത്തില്ല കേട്ടോ. അപ്പോൾ ഇവിടെ തെളിച്ചിട്ട് നമുക്ക് ചെടി വെക്കാമെന്നും പറഞ്ഞ്, ചെടിയില്ല, വെണ്ട, പയർ, ചീനി. ഞാൻ എൻ്റെ ചീനി കാണട്ടെ, ഇപ്പോൾ കാണിച്ച ഇരുട്ടാവും, ഇത് കണ്ട് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ ചീനിയിലെ മുളക് കാണിച്ചു തരാം കേട്ടോ. അതൊരു നല്ലൊരു മുളക്. അതിനെ കണ്ടപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര സന്തോഷം. എന്താണെന്നറിയാമോ, അതിൻ്റെ ഇല കണ്ടാലും ചീനി മുളക് കണ്ടാലും ഇലയും എല്ലാം ഒരേപോലെ ഇരിക്കും കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ. അതിന് കണ്ടിട്ട് എനിക്ക് സന്തോഷമായിനെ. കാണിച്ചു തരാം. ഇതാണ് ഇത് കേട്ടോ. ഇത് പഴുത്ത് നിൽക്കുന്നത്. ഇതുണ്ട് ഓമാർ. ഇത് ബജിമുളകിൻ്റെ ആണോ എന്നറിയത്തില്ല. അടുപ്പിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇത് ബജിമുളകാണോ എന്നറിയത്തില്ല, പക്ഷേ ഇതിലുണ്ട്. മുളക് ഏതാ ഇല ഏതാന്ന് അറിയത്തില്ല, സൂക്ഷിച്ച് നോക്കിയാലേ അറിയത്തുള്ളായിരിക്കും കേട്ടോ. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടം. ഞാൻ ഇത്ര നാൾ കണ്ടില്ല കേട്ടോ അവന്. എല്ലായിടത്തും ഞങ്ങളവിടെ നിന്ന് പച്ചക്കറി വാങ്ങിക്കുന്നിടത്ത് നിന്ന് ചേട്ടനെ എനിക്ക് മുളക് തന്നാ, ചീനി മുളക്. ഇപ്പോൾ കുഴിച്ച് വെച്ചോ എന്നും പറഞ്ഞ് കുറേ മുളക് തന്നു വിടും എല്ലാ ദിവസവും. മിക്ക ദിവസവും അവിടെ നിന്ന് പച്ചക്കറി വാങ്ങിക്കുമ്പോൾ തന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് ഇപ്രാവശ്യം കുറച്ച് നീളത്തിലുള്ള മുളക് തന്നിട്ടുണ്ട്. എന്നാലും ഒരുപാട് നീളമുള്ള ഒരു മുളക് ഉണ്ടായിരുന്നു. ആ മുളകിന് ഞാനിവിടെ കുഴിച്ച് വെച്ചിട്ട് അതിൻ്റെ ഒരെണ്ണം ഉണ്ടാവില്ല. ബാക്കി ഇത് ചെറിയ ചീനികളാണ് കേട്ടോ. പക്ഷേ കറി വെക്കാനുള്ള നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഇഷ്ടം പോലെ മുളകുകൾ ഇപ്പോൾ ഇഷ്ടം പോലെ പറിച്ചിട്ടുണ്ട്. വേണ്ട ഇവന്മാരൊക്കെ ഇത് കണ്ട കുഞ്ഞിനാണേലും ഇഷ്ടം പോലെ അതെല്ലാം കിളത്തിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ വെള്ളക്കപ്പളമാണ് കണ്ടോ. വെള്ളക്കപ്പളം മുഴുത്തില്ല കേട്ടോ. അത് മുഴുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ വീഡിയോയിൽ. ഇപ്പം ഞാൻ അതിന് ചെരുപ്പ് കെട്ടി വെച്ചിരിക്കുക. ഇവിടുത്തെ വിശ്വാസം കേട്ടോ, കണ്ണ് കിട്ടാതിരിക്കാനാന്ന് പറഞ്ഞ് ഞാനിപ്പോൾ അതിന് ചുമ്മാ ഒന്ന് കാണിക്കാം. അവിടെ എല്ലാവരുടെയും അടുത്ത് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? ഉണ്ടായിരിക്കും, മിക്ക വീടുകളിലൊക്കെ കാണിക്കും. ഇത് എൻ്റെ വിയറ്റ്നാം വേർലിയാണ്, പ്ലാവ്. അപ്പം കായ്ച്ചു കഴിയുമ്പോൾ ഇവനെ ഞാൻ കാണിക്കാം. വേണ്ട ഇതിന് ഞാൻ അടുപ്പിച്ച് കാണിച്ചു തരാം കേട്ടോ. വെള്ളക്കപ്പളം കണ്ടോ? അയ്യോ ഇരുട്ടായി പോയി കേട്ടോ. ഞാനിനി പകല് വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. ഇന്നിപ്പോൾ ഞങ്ങൾ 2 ജോലിക്ക് പോയി കഴിഞ്ഞിട്ട് നമുക്ക് സമയം കിട്ടാറില്ല. രാവിലെ എഴുന്നേറ്റ് വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഞങ്ങൾ രണ്ടുകൂടെ ഹസ്ബൻഡിന് ഒരു ടൈലിൻ്റെ വർക്കാണ്. അപ്പോൾ ഞാൻ ചെറിയൊരു ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഡെൻ്റൽ ക്ലിനിക്കിൽ. അപ്പോൾ അവിടെ പോകുന്നത് എനിക്ക് 9 മണിക്ക് കയറിയാൽ മതി. പക്ഷേ ഇവിടെ നിന്ന് നടന്നു പോകാൻ ആ സമയത്ത് ബസ്സില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഹസ്ബൻഡിൻ്റെ കൂടെ ഞങ്ങൾ 2 കൂടെ ഒന്നിച്ച് പോകും. അപ്പോൾ എന്നെ അവിടെ ഇറക്കിയിട്ട് ഹസ്ബൻഡ് ജോലി സ്ഥലത്തോട്ട് പോകും. ഞാൻ അവിടെ ഇറങ്ങിയിട്ട് ഞാൻ എൻ്റെ ക്ലിനിക്കിലോട്ട് പോകും. അപ്പോൾ അവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 9 മണിക്ക് പോയാൽ മതി. പക്ഷേ ഇവിടെ നിന്ന് നമുക്ക് ബസ്സില്ല കേട്ടോ. ബസ്സില്ലാത്ത കാരണം ഞാനും ആ കൂടെ അങ്ങ് പോകും. അത് കാരണം വീട്ടിൽ അടുക്കളയിലെ പണി മാത്രം. ഇപ്പം മഴ പെയ്യാൻ തുടങ്ങും, മഴക്കാറാണ് കേട്ടോ. മഴ പെയ്ത് തൊള്ളിയിടുന്നു, ഓടിപ്പോലെ
ഞങ്ങൾ ഇന്നിപ്പം സൺഡേയിൽ പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് നിങ്ങളെന്നെ കാണുന്നവർ എന്നെ ഇഷ്ടപ്പെട്ടാൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മഴ വരുന്നു. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി ബൈ ബൈ. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കും. ഓക്കെ, ടാറ്റാ. ഞാൻ നിങ്ങളുടെ സ്വന്തം സീത.